രമേശ് ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരിക്കൽ ഞാൻ പ്രേമിച്ചു. ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു മഹിമ പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അവൾക്കൊരു പ്രേമലേഖനം കൊടുത്തു. അവളത് നേരെ കൊണ്ടുപോയി ടീച്ചർക്ക് കൊടുത്തു. അന്ന് എനിക്ക് പൊതിരെ കെട്ടി. അതിനുശേഷം ഞാൻ പ്രേമിച്ചിട്ടില്ല. ഓ, രമേശ് ചേട്ടൻ ഭയങ്കര നിഷ്കുവാ അല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം ഫിക്സ് ആക്കാം. രമേശ് ചേട്ടാ, നമുക്ക് വൈകുന്നേരം സിനിമയ്ക്ക് പോയാലോ? ഇന്ന് എനിക്കൊരു ഹോളിഡേ കിട്ടിയല്ലേ. ഇന്ന് എനിക്ക് പുറത്ത് പോകാൻ ഒരു മൂഡും തോന്നുന്നില്ല. വീട്ടിലിരിക്കാനാണ് തോന്നുന്നത്. അടുത്ത ആഴ്ച നമുക്ക് പോവാം, പ്രോമിസ്. ഓ, ആ അഴകിയലല്ലേ മഹിമ, അവളപ്പൊ വിളിച്ചേച്ച് നിങ്ങൾ ഇപ്പൊ റെഡി ആവില്ലേ? ഞാൻ വിളിച്ചോണ്ട് നിങ്ങക്ക് വരാൻ വയ്യ. നിങ്ങക്ക് അവളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നില്ലേ? ഓ എൻ്റെ സുമിത്രേ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. നമുക്ക് 2 കുട്ടികളുമായി. നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ആ മഹിമേനെ പറ്റി നിന്നോട് പറഞ്ഞത് അബദ്ധമായിപ്പോയി. അത് വെച്ചിട്ട് നീ 10 വർഷം എന്നെ ക്രൂശിക്കല്ലേ? അത് ശരി, 10 വർഷം ഞാൻ പറഞ്ഞതാ പ്രശ്നം, അല്ലാണ്ട് നിങ്ങൾ അവളെ പ്രേമിച്ചതിനല്ല. ഓ എൻ്റെ സുമിത്രേ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് അവളോട് പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ എന്നെ പ്രേമിച്ചിട്ടില്ല. അത് എത്രയോ വട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. A few years later. ഓ, നഖം വെട്ടാൻ കണ്ണൊന്നും കാണാതെയായി. രമേശേട്ടാ, ഇന്ന് വൈകുന്നേരം ഒന്ന് നമുക്ക് അമ്പലത്തിൽ പോയാലോ? എനിക്ക് നല്ല മുട്ടുവേദന ഉണ്ട്. നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഓ, ഞാൻ വിളിച്ചാൽ നിങ്ങൾക്കൊന്നും വരാൻ വയ്യ. നിങ്ങളുടെ പഴയ കാമുകി മഹിമയാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടുവേദന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓ എൻ്റെ സുമിത്രേ, നമ്മളെ വിവാഹം കഴിഞ്ഞിട്ട് 45 വർഷമായി. നമുക്കും 2 കുട്ടികളായി, അവർക്കും കുട്ടികളായി. ഇനി ആ പെണ്ണിനെ പറ്റി പറഞ്ഞ് എന്നെ ക്രൂശിക്കണോ? അവളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോന്ന് എന്നെ അറിയില്ല. എന്നാലും മഹിമയ്ക്ക് കത്ത് കൊടുത്ത് തന്നെ നിങ്ങൾ ചതിച്ചില്ലേ? ഞാനത് അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. അടുത്ത ജന്മത്തിൽ ഈ രമേശിന് കല്യാണേ വേണ്ട.